കൂട്ടുകാരോടൊത്ത് കോളേജിൽ കളിക്കുമായിരുന്നു ഹോക്കി. ഹണി കേൾക്ക്, ഞാൻ ഇന്ന് പുതിയ കവിത ഉണ്ടാക്കി. ഹണി കൈ ഞാനെന്തിനാ ഈ ബോറ് കവിത കേൾക്കുന്നേ? ഞാനിങ്ങനെ കവിതയെ മാത്രമല്ല ഖന്ന സാറിനെ മുഴുവനായിട്ടാ ഇൻസൾട്ട് ചെയ്യുന്നത്. പൂച്ചകളെ ഹിന്ദി പറയും ബില്ലി. അയ്യോ, ഇത്ര അപമാനിക്കുന്നത് അത്ര നല്ല കാര്യമല്ല. സോറി കന്നാ സാറേ, സോറി കിറ്റി. ഹണിക്ക് അവന്റെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. നമ്മുടെ അംബാനി ഇറക്കിയ പുതിയ അടവാണ് ജിയോ. ഇവരിത് കൺട്രോൾ ചെയ്യാൻ കഴിയില്ലെങ്കിൽ അത് നമ്മളെ ഒരുപാട് ഹേർട്ട് ചെയ്യും. Excuse me, let Poppet the Great handle this. ഹണി, ഇമോഷൻ എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ഉള്ളിലുള്ള ഫീലിംഗ്സ് ആണ്. മനുഷ്യന് ഭൂകമ്പത്തെയോ സുനാമിയെയോ കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. പക്ഷെ ഇമോഷൻസ് കൊണ്ട് കൺട്രോൾ ചെയ്യാൻ കഴിയൂ. വിൽ പവർ. സംശയമുണ്ടോ? ആദ്യത്തെ കാര്യം ഞാൻ മനുഷ്യനല്ല പൂച്ചയാണ് മിസ്റ്റർ പോപ്പറ്റ് ദ ഗ്രേറ്റ്. പിന്നെ രണ്ടാമത്തെ കാര്യം എനിക്ക് ജ്ഞാനത്തിന്റെ ആവശ്യമില്ല. ഇനി ഞാൻ നിനക്ക് ജ്ഞാനം തരാം. ആർക്കാണോ ജ്ഞാനത്തിന്റെ ആവശ്യമില്ലാത്തത് അവർക്കൊരിക്കലും ജ്ഞാനം പകരാൻ ശ്രമിക്കരുത്. അത് അവരുടെ മൂഡ് തന്നെ ഇല്ലാതാക്കി കളയും. ഇപ്പൊ നിനക്ക് ഈ കാര്യത്തിലും സംശയം ഉണ്ടാവും, പക്ഷെ ടെൻഷൻ അടിക്കണ്ട. നിന്റെ എല്ലാ സംശയങ്ങളും ഞാൻ ഇപ്പൊ തന്നെ ക്ലിയർ ചെയ്ത് തരാം. അയ്യോ, എടാ വേണ്ടടാ ഹണി, എടാ ഹണി. ഹണി, എന്താണ് സംഭവിക്കുന്നത്? ഞങ്ങൾ നിൽക്കുവാണ്, നിങ്ങൾ മീൻ പിടിക്കുവാണ്. ഇനി ഖന്ന സാറ് നല്ല ബോറ് കവിതകൾ ചൊല്ലും. അവരുടെയൊക്കെ കാര്യം വിട്ടേക്ക്, നമുക്ക് നമ്മുടെ കാര്യം നോക്കാലോ. നിനക്കെന്താ സംഭവിക്കുന്നത്? എനിക്കാണെന്നുണ്ടെങ്കിലും മീനെടുത്ത് കഴിക്കുന്നത് സോർദാറാണ്. അയ്യോ, എന്റെ മീനെടുത്ത് കഴിച്ചോ നീ? മൂന്നാമത്തെ പേഷ്യന്റ്. ഒരു കാറ്റ്, ഒരു പാരറ്റ്, ഒരു ഡോങ്കി. അല്ല, ഡോക്ടറിന് എന്താ വട്ടുണ്ടോ? അയ്യോ, ഒരിക്കലും അല്ല. ഞാൻ ഈ വട്ടൊക്കെ മാറ്റുന്ന ആളാണ്. ആദ്യം കാറ്റിൽ നിന്നും തുടങ്ങാം. നിന്റെ പ്രോബ്ലം എന്താണെന്ന് ആദ്യം പറ. പ്രോബ്ലം ഉള്ളത് നിങ്ങൾക്കാണ്. നിങ്ങളുടെ മീൻ തിന്നു. ആദ്യം നിങ്ങൾ പോയി മീൻ പിടിക്കേ. അയ്യോ, ഞാൻ നീന്താ പഠിച്ചിട്ടില്ലേ. ആരെങ്കിലും എന്നെ രക്ഷിക്കണേ. പിന്നെ മീനിന്റെ പുള്ളുകൊണ്ടേ. അയ്യോ കൊണ്ടേ. നിങ്ങളോട് എന്താ മീന് വല്ല ശത്രുതയുണ്ടോ? ആദ്യം നിങ്ങൾ നിങ്ങളുടെ പ്രോബ്ലം സോൾവ് ചെയ്യേ, എന്നിട്ട് ചികിത്സിച്ചാ മതി. റേഞ്ച് ഇല്ലാതെ കോളെല്ലാം ജാമായിരിക്കുന്നു. ഉള്ളെടുത്തപ്പോ എന്റെ കൈ മുറിഞ്ഞിരിക്കുന്നു. എന്തൊരു ബോറ് കവിതയൊക്കെയായി പറയുന്നത്. പിന്നെതാ ഈ ഡോക്ടർ, ഇയാള് ഡോക്ടറൊന്നും അല്ല, മീൻപിടുത്തക്കാരനാണ്. ശരിക്കും ഒരു മീൻപിടുത്തക്കാരൻ. ഇയാൾക്ക് സ്വയം ചികിത്സയുടെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. എന്റെ കാര്യം വിട്ടിട്ട് നിങ്ങൾ മീൻ പിടിക്കാൻ നോക്ക്. മീൻ നിങ്ങളെ കൊണ്ട് ചികിത്സിക്കാനൊന്നും പറ്റില്ല. ഹണി, നീ ശരിക്കും ലിമിറ്റ് ക്രോസ് ചെയ്യാണ്. നീ ഡോക്ടറിനെ വല്ലാണ്ട് ഇൻസൾട്ട് ചെയ്യുന്നുണ്ട്. ചൊല്ലിക്കോട് തള്ളിക്കള എന്നല്ലേ പറയാറുള്ളത്. നമ്മൾ ആദ്യം മര്യാദക്ക് ചൊല്ലിക്കൊടുത്തു. ഇപ്പതാ തല്ലേണ്ട സമയമായിരിക്കുന്നു. സംശയമുണ്ടോ? അതെ, തല്ല് കിട്ടി കഴിഞ്ഞാൽ ഇവരെ എല്ലാ പ്രശ്നങ്ങളും അതോടെ തീരും. പിടിക്കവനെ. എന്റെ കൂട്ടുകാരന്റെ ഭാര്യ ഗർഭിണിയാണ്. അയ്യോ, അവരെ അടിക്കല്ലേ, അവരൊരു പേഷ്യന്റ് ആണ്. കവിതയാണോ ഇത്? ഖന്ന, നിന്നെ ആദ്യം തന്നെ ചികിത്സിച്ച് ഭേദമാക്കാം. അത് 50% ഡിസ്കൗണ്ടിനോടൊപ്പം. ആക്ഷൻ. ഓർമ്മയുണ്ടോ ഈ മുഖം? ഓർമ്മ കാണില്ല. മോഹൻ തോമസിന്റെ ഉച്ചിഷ്ടവും അമേദിയവും കൂട്ടിക്കുഴച്ച് 4 നേരം വെട്ടി വിഴുങ്ങുന്ന തന്നെ പോലുള്ളവർക്ക് ആ പേര് ചേരൂ. I am Bharat Chandran. Just remember that. മണ്ണാം കേട്ടോ. ഇത് സുരേഷ് ഗോപി അല്ല, അമ്മയാണ്. അമ്മയോടുള്ള ഫീലിംഗ് വേണം, അല്ലാതെ വയലൻസ് അല്ല. ഹീറോസ് ആകുമ്പോ കുറച്ച് വയലൻസ് ഒക്കെ ഉണ്ടാവും, നല്ലതല്ലേ? പക്ഷെ ഞങ്ങളിപ്പോ ആക്ഷൻ ഫിലിമാണ് എടുക്കുന്നത്. കുഴപ്പമില്ല, കുതിരയെ ഞാൻ നന്നായി തടവാം. എനിക്കൊരു തോക്ക് കൂടി തരണം. പ്ലീസ് പ്ലീസ് തരൂ. ഈ സ്ഥലം ഞങ്ങളുടേതാ, സമയം ഞങ്ങളുടേതാ, സിനിമ ഉണ്ടാക്കുന്നത് ഞങ്ങളാ. ഞങ്ങളുടെ ഇഷ്ടപ്രകാരം മാത്രമേ ഇവിടെ കാര്യങ്ങൾ നടക്കൂ. തനിക്കൊരിക്കലും ഒരു ഹീറോ ആവാൻ പറ്റില്ല. വേഗം സ്ഥലം വിട്ടോ. ഇവിടെ വരൂ. മോനെ ദിനേശ, ഇന്ദു ചൂടൻ ഒരു വ്യക്തിയല്ല, നീ കാണടാ. പണി കഴിഞ്ഞെടുത്ത് വിമാനത്തിന് ബാപ്പാക്ക് ദുബായിക്ക് പോണ്ടതാ. ഇവിടെ വരൂ. നിങ്ങളുടെ കൺപോള എന്ന വാതിൽ തുറന്ന് കാഴ്ചയുടെ ടോർച്ചടിച്ച് നോക്കൂ. ഹീറോ മുമ്പിൽ തന്നെ നിൽപ്പുണ്ട്. ലെഫ്റ്റിലേക്ക് നോക്കൂ. ലെഫ്റ്റിൽ തന്നെ നിൽപ്പുണ്ട്. ആളിന് കുറച്ച് സൈസും ഉണ്ട്. ടാലന്റിൽ സ്വർണത്തിനേക്കാളും മതിപ്പുണ്ട്.
ഇവിടെ വരൂ, ഇവിടെ വരാൻ. നിങ്ങളുടെ മുഖം കണ്ടാൽ എന്തോ പാമ്പിനെ കണ്ടതുപോലെയാണല്ലോ. അഭിനയത്തിൽ അഗ്രഗണ്യനാണ്, വീര്യത്തിൽ വജ്രമാണ്, ടാലന്റിന്റെ ടെന്റാണ്. ഈ ലോകത്തെവിടെയും വിളക്കിന്റെ പ്രകാശത്തിൽ അന്വേഷിച്ചാൽ പോലും എന്നെ പോലൊരു നടനെ ഒരിക്കലും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. മനസ്സിലായോ? അതോ മനസ്സിലാക്കി തരണോ? കട്ട് കട്ട് കട്ട്. അല്ലെങ്കിൽ തന്നെ തീ മൊത്തം കൊളായി. പിന്നെ എന്തോന്നാ കട്ട് ചെയ്യാനുള്ളേ? ക്യാമറയിലാണെങ്കിൽ ആ കുതിരേനെ കാണാനും പറ്റുന്നില്ല. ഇവിടെ വരൂ. വരാൻ പറ്റില്ല, ഒരുപാട് ദൂരമുണ്ട്. ഇത് കുതിരയല്ല, വെറും മുതിരയാണ്. ഇപ്പോൾ സമയം 10:30 ഷൂട്ടിംഗ് ഇങ്ങനെ പോയാൽ തീരാൻ പാതിരയാവും. ഈ കുതിരയാണെങ്കിൽ എഴുന്നേൽക്കുന്ന പോലുമില്ല. വില്ലൻ മലയുടെ താഴ്ന്നിപ്പുണ്ട്. താങ്കൾ കുതിരപ്പുറത്ത് വന്ന് അയാളോട് ഫൈറ്റ് ചെയ്യണം. കുതിര മസ്റ്റാണ് ബിഗിലേ. കുതിരയല്ല മസ്റ്റ്, ഹീറോയാണ് മസ്റ്റ്. ഞാൻ ഓടി തന്നെ താഴേക്ക് വരാം, എന്നിട്ട് വില്ലനുമായി ആക്ഷൻ രംഗത്തിൽ അഭിനയിക്കാം. ബാലു, ഡയലോഗ്സ് കുറയായി. ഇനി ആക്ഷൻ. കട്ട് കട്ട് കട്ട്. അയ്യോ, എന്താ ഇത്? എല്ലാ ഷോട്ട്സും കിട്ടി. ഇത് കറക്റ്റ് ആയിട്ടുള്ള ഷോട്ട് അല്ല. എന്താ? ഹീറോ ഇങ്ങനെ തലകുത്തി പറഞ്ഞാ വരുന്നേ. നമുക്കിപ്പോ വേണ്ട എന്താ? വില്ലനെ തല്ലണം. ഹീറോ എന്തുമാത്രം പുതുമ കൊണ്ടുവരുന്നോ അത്രത്തോളം ഹിറ്റായി മാറുമല്ലോ. സംശയമുണ്ടോ? വരൂ, നമുക്കിപ്പോ തന്നെ ലഞ്ച് ബ്രേക്ക് എടുക്കാം. അതിനിപ്പോ 12 മണി ആയതല്ലേ ഉള്ളൂ. എന്താ ഇത്? നീ എന്താ ഒന്നും കഴിക്കുന്നില്ലേ? ചേട്ടാ, അവന്റെ പ്ലാൻ വേറെ ആയിരിക്കും. അതായത് എല്ലാരും കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ബാക്കിയെല്ലാം ഇവരായിരിക്കും കഴിക്കുന്നത്. ദാ നോക്കിയേ, നെയ് ചേർത്ത വടേ എന്തുമാത്രം വലുതാ. എന്റെ സോർദാറേ, എനിക്ക് ഈ പനീർ പസന്ത ഉണ്ടല്ലോ ഒരുപാട് ഇഷ്ടപ്പെട്ടു. സോ എമ്മി. എന്നാ പിന്നെ ഇതും കൂടി പറഞ്ഞേക്കാം. ഇത്രയും നല്ല ഗുലാബ് ജാം, ആഹാ, ഞാൻ ഇതുവരെ കഴിച്ചിട്ടേയില്ല. സംശയമുണ്ടോ? ഇതിനെയാണ് നമ്മൾ തൊട്ടഭാഗ്യം എന്ന് പറയുന്നത്. ചിലർക്ക് തൊട്ടടുത്ത് വന്നാലും കഴിക്കാൻ പറ്റില്ല. സംശയമുണ്ടോ? സോർദാറേ, നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ കഴിച്ചോ. ഇങ്ങനെ വെറുതെ ഗുലാബ് ജാമിൻ നോക്കി വെള്ളം ഇറക്കണ്ട. അത് പിന്നെ ഞാൻ കോട്ടുമായിട്ടതാണ്. ഇങ്ങനെയാണ് ഉണർത്തുന്നേ. ഈ സോർദാർ ഞാൻ ഉറങ്ങുമ്പോ എന്റെ ദേഹത്ത് കൊണ്ടുവന്ന് വെള്ളം ഒഴിച്ചു. ഇനി ബക്കറ്റ് കണ്ടു കഴിഞ്ഞാ കിടുകിട വിറയ്ക്കുന്ന അവസ്ഥയിലാക്കി മാറ്റും ഞാൻ ഇവനെ. എടാ, നിന്റെ തലക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? കൂട്ടുകാരെ ഇങ്ങനെ തല്ലാൻ പാടുണ്ടോ? അല്ലെങ്കിൽ നീ എപ്പോഴും എന്റെ സൈഡാ നിൽക്കുന്നത്. നീ ഒരിക്കലും എന്റെ കൊച്ചളിയനാവില്ല. എനിക്ക് നിന്നോട് വെറുപ്പാണ്. ഇനി മേലെ എന്റെ കൺമുമ്പിൽ കണ്ടുപോലെന്ന് പറഞ്ഞേക്കാം. ടൈ ആണ്. റിച്ച് തന്നെയാണ്. ആരെന്തൊക്കെ ആയാലും കൊച്ചളിയൻ കൊച്ചളിയൻ തന്നെയാണ്. എന്റെ കൊച്ചളിയനോട് ഒരിക്കലും ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല. അവന്റെ ഹൃദയം തകർന്നു പോകും. സംശയമുണ്ടോ? അയ്യോ, പക്ഷേ എന്താ ഇത്? അവൻ കരച്ചിൽ നിർത്തുന്നില്ലല്ലോ. എന്റെ വലിയ ഇങ്ങനെ കിടന്ന് കരയല്ലേ? സോറി, ഞാൻ എഴുതി പറഞ്ഞു പോയതാണ്. നീ എന്റെ കൊച്ചളിയനാണ് ബണ്ണി. ഐ ലവ് യു കൊച്ചളിയ.
ഒരെണ്ണം കൂടെ തരൂ. അയ്യോ ഇവനാര് കുംഭകർണന്റെ കൊച്ചുമോനോ? ഉം. ജോർദാറിന്റെ വിശപ്പ് റോക്കറ്റ് പോലെയാണ്. അതിപ്പോ എവിടെ കൊണ്ടിട്ടാലും വലിയ ഭൂകമ്പം ഉണ്ടാക്കും. അപ്പോ ഇവനെ വെച്ച് നോക്കുമ്പോ കുംഭകർണൻ എത്ര ബെറ്ററാ. അദ്ദേഹം മഹാനായിരുന്നു, മഹാൻ. കുംഭകർണന്റെ കഥയൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ തീറ്റപ്രാന്തന് പാനിപ്പൂരി കൊടുത്തിന്റെ കൈ കഴിച്ചു. 300 പാനിപ്പൂരി ഈ ആർത്തിപ്പെണ്ണാരൻ കഴിച്ചത്. എന്താ ചേട്ടാ നിങ്ങക്ക് നാണല്ലേ? ഞാൻ കഴിക്കുമ്പോ എന്താണ് ഇങ്ങനെ കണ്ണു വെക്കുന്നത്? എന്റെ വയറങ്ങാനും ഇളകിയാലോ? ഒന്നുകൂടി തരാമോ? എന്റെ പൊന്നു ചേട്ടാ, നിങ്ങളുടെ വയറിന്റെ കാര്യമൊന്നും എനിക്കറിയില്ല. പക്ഷേ നിങ്ങൾക്ക് വേണ്ടി 300 പാനിപ്പൂരി ഉണ്ടാക്കി എന്റെ കൈയാകെ വയ്യാതായി. ശരി ശരി, ഈ പാനിപ്പുരിയുടെ കാശ് ഡോക്ടർ ബാലുവോ അല്ലെങ്കിൽ നമ്മുടെ കന്നാസോറോ തരും, വാങ്ങിക്കോളൂ. വേഗം എനിക്കൊരു സൂക്കിപ്പൂരി തരൂ. ഏ ആരാണോ പൈസ ഒരു പൈസ കൊടുക്കട്ടെ. ഇവരെന്തിനാ പൈസ കൊടുക്കുന്നത്? കാരണം ഞങ്ങൾ ഇത് കഴിക്കുന്നതിന്റെ പേരിൽ ചെറിയ ഒരു ബെറ്റ് വെച്ചിരുന്നു. ഇനിയിപ്പോ എന്തായാലും കാശ് കൊടുത്തേ പറ്റുകയുള്ളൂ. കുട്ടിക്കാലത്ത് ഞാൻ പാടത്ത് ക്രിക്കറ്റ് കളിക്കാൻ പോകുമായിരുന്നു. ഇവൻ ഇത്രയൊക്കെ കഴിക്കുമെന്ന് നേരത്തെ ഒന്ന് പറയാമായിരുന്നു. അടികൈ. ഇത് സോർദാറാണ്. ഇവനെ വയലിലെങ്ങനെ വിട്ടുകഴിഞ്ഞാലേ ഉള്ള വിളവ് മൊത്തം കഴിച്ചു തീർക്കും. ചേട്ടാ എനിക്ക് ഒരു ചോക്കോബാർ എടുത്തു തന്നെ. 50 രൂപ. 50? എന്നാ ഓറഞ്ച് കാൻഡി തന്നാ മതി. ചോക്കോബാർ കഴിക്കണം എന്നുണ്ടെങ്കിൽ ചോക്കോബാർ തന്നെ കഴിക്കൂടിയേ. അതിന് 35 രൂപയ്ക്കൊന്നും ചോക്കോബാർ ഈ ചേട്ടൻ തരൂല. ക്യാഷ് ഞാൻ കൊടുത്തേക്കാം, പിന്നെ തന്നാ മതി ഡിയർ. ഞാനാണ് ഹണി, ബട്ട് ഐ എം നോട്ട് ഇന്റലിജന്റ്. ഡോളി ബൈ. എടാ നിനക്കെന്താടാ കണ്ണ് കണ്ടൂടെ? കണ്ണ് കാണാൻ പറ്റുമല്ലോ നിനക്ക് ഞാനിപ്പോ കാണിച്ചു തരാടാ. ഞങ്ങളോട് വഴക്കുണ്ടാക്കുന്നോ? വഴക്കുണ്ടാക്കാൻ മാത്രമല്ല എനിക്ക് തല്ലാനും അറിയാം. എന്നെ കബളിപ്പിക്കാൻ നോക്കണ്ട ഡിയർ. നീ എന്തായി കാണിക്കുന്നേ? ഞങ്ങൾ തല്ലാൻ തുടങ്ങിയാൽ പിന്നെ നിർത്തുകയില്ല. ഇടിക്കുന്ന ഇടിയില് എല്ലാവരും പഞ്ചറാകും. പിന്നെ എല്ലാവരും കുറച്ചു ദിവസം ആശുപത്രിയിൽ കിടക്കേണ്ടി വരും. അതിന്റെ ആവശ്യമുണ്ടോ? അവന്മാര് പോയാലെന്താ? നിങ്ങളെയൊക്കെ നോക്കാൻ ഈ ഡോളി മതി. ഇവളെ ഒരു കാരണവശാലും തല്ലില്ല. ഇവളെ തല്ലേണ്ട ആവശ്യമേ ഇല്ല. ഇവന്മാരെ തല്ലിയാ മതി. അത് മതി. നിന്റെ ബുദ്ധി അപാരം തന്നെ. സംശയമുണ്ടോ? എടാ എല്ലാരും ഒന്ന് മാറി നിക്ക്. എങ്ങോട്ടാണ് പോകുന്നത്? എല്ലാവരെയും ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യൂ. ഞങ്ങളാണ് സാക്ഷി. കുട്ടികളെ, ഇവൾ കാരണം സിറ്റിയിൽ ഒരുപാട് പേർ കഷ്ടപ്പെടുകയായിരുന്നു. ഹലോ ഡിയർ. അല്ല നീ വൈകുന്നേരം വരാൻ ഇരിക്കുവായിരുന്നില്ലേ? ഇതുവഴി വരേണ്ട ഒരു കാര്യമുണ്ടായിരുന്നു. അപ്പൊ അമ്പലം കൂടി വാങ്ങാലോ എന്ന് വിചാരിച്ചു. ശരിയാണ്, ചില വഴികൾ അങ്ങനെയാണ്. നമ്മൾ എത്ര നടന്നാലും ആ വഴി തീർച്ചയായിട്ടും വരില്ല. വേറെ വഴിയേ വരികയുള്ളൂ. എന്താ പറഞ്ഞു വരുന്നത്? ഒരു പഴഞ്ചൊല്ല് പറഞ്ഞതാ. എന്റെ പേര് പോപ്പട്ട് എന്നാണ്. സംശയമുണ്ടോ? നിങ്ങൾ തന്നെ പറയുമ്പോൾ എനിക്ക് എന്തിനാണ് സംശയം ഡിയർ? ഡിയർ ഡിയർ എന്ന് പറഞ്ഞു വരുമ്പോ കൂട്ടുകാരനെന്ന് പറഞ്ഞു. തത്വല്ലേ അത്? നീ പുറത്തു പോയിട്ട് മറ്റാരോടെങ്കിലും പറഞ്ഞാ മതി. ഹണി, നീ എന്റെ അമ്പലം ഒന്ന് കൊണ്ടുതരാവോ? അതാ ഇപ്പൊ കൊണ്ടുവരാം. വാവ്, സ്പോർട്സ് ഷൂസ്. നാളെ എനിക്കൊരു റേസ് ഉണ്ട്. നീ ഇതെനിക്കൊന്ന് കടം തരാവോ? അതിനെന്താ, നീ അതെനിക്ക് നാളെ തിരിച്ചു തന്നാ മതി. ഇതേ ബണ്ണിയുടെ ഷൂ ആണ്. ഷുവർ ഡിയർ.
ഞാൻ ആഭരണവും കൊടുത്തു. ആഭരണോ? അതേന്നെ, മേഡത്തിന്റെ ഡയമണ്ടിന്റെയും ഗോൾഡിന്റെയും മാലകളും ഒരു ദിവസത്തേക്ക് വാങ്ങിക്കൊണ്ട് പോയേ. അത് തിരിച്ചു തരുമെന്നേ. പക്ഷെ അവളിപ്പോ ജനൽ വഴി എന്തിനാ ചാടി പോയെന്നാ എനിക്ക് ഇപ്പോഴും അങ്ങോട്ട് മനസ്സിലാവാത്തത്. നീ കഴുതയാണ്. കഴുത. നീ സാധാരണ കഴുതയല്ല, നീ ഒരു കോർ കഴുതയാണ്. ഇവൻ ഇടയ്ക്കിടയ്ക്ക് വെറൈറ്റി ആയിട്ടാണല്ലോ പുകഴ്ത്തുന്നത്. അതേടാ, നീ ഒരു കോവർ കഴുത തന്നെയാണ്. നിന്റെ അടുത്ത് ഇതെല്ലാം വാങ്ങിച്ചോണ്ട് പോയി അവളത് വിറ്റ് കാശാക്കി അവൾ അടിച്ചു പൊളിക്കും. എന്നാൽ നമ്മൾ മേഡത്തിന്റെ കയ്യിൽ നിന്ന് വഴക്ക് വാങ്ങും. അയ്യോ, വേഗം കോളിയെ നോക്ക്. ഫോൺ സ്വിച്ച് ഓഫ് ആണ്. വേഗം വാ, നമുക്ക് അവളെ വീട്ടിലേക്ക് പോകാം. ഹണി, അവളുടെ വീട് എവിടെയാന്ന് പറ. എനിക്കതിന് അഡ്രസ് ഒന്നും അറിയില്ല. എനിക്കാണെങ്കിൽ അവളുടെ വീട്ടിലോട്ടുള്ള വഴി അറിയില്ല. ഇങ്ങനെ അറിയില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? നിനക്ക് എന്തെങ്കിലും അറിയാവോ? അത് അവളെന്റെ നല്ലൊരു കൂട്ടുകാരിയാണ്. ബായ്, നിങ്ങൾക്ക് താമസം കൊണ്ട് വന്നിരിക്കുകയാണ്. ചട്നി കൊടുത്തിട്ടുണ്ടോ? എടാ മണ്ട, നമ്മളിങ്ങനെ ചട്നി ആവാൻ പോകുന്ന സമയത്താണോ നീ ചട്നി ചോദിക്കുന്നേ? മച്ചാമാരെ എന്തു പറ്റി? ഞങ്ങളുടെ ഭാഗ്യം എന്ന വള്ളത്തിന് ഓട്ട വീടിരിക്കുകയാണ്. പായ കീറിയിരിക്കുകയാണ്. പങ്കായം ഒടിഞ്ഞും പോയി. വെറുതെ ടെൻഷൻ അടിക്കണ്ട, വേറെ വള്ളം വാങ്ങിച്ചാ പോരെ. എടാ, ഹണിയെ പറ്റിച്ച ഡോളി നെക്ലസ് വാങ്ങിച്ചോണ്ട് പോയിരിക്കുകയാണ്. ലക്ഷങ്ങൾ വില വരുന്ന നെക്ലസാ. ആര്? ഡോളി ഡയറാണോ കൊണ്ടുപോയത്? നിനക്കറിയോ? ആ, അവളുടെ വീട് എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾ നേരെ പൊക്കോ, ഞാൻ ഇൻസ്പെക്ടർ പാണ്ഡയെയും കൊണ്ടുവരാം. എന്നാ പോകാം. ബണി, നീ കണ്ടോ? ഞാൻ എന്റെ അഭിനയം കാണിച്ചു തരാം. കിറ്റി, ആക്ഷൻ. രക്ഷിക്കണേ. അയ്യോ, ഡോക്ടർ ബാലു, ആക്ഷൻ. രക്ഷിക്കണേ, രക്ഷിക്കണേ, ആരെങ്കിലും രക്ഷിക്കണേ. അയ്യോ അല്ലല്ല, അത് കിറ്റിന്റെ ഡയലോഗാണ്. എടാ കഴുതേ, ഇത് ഷൂട്ടിംഗ് അല്ല, റിയൽ ആക്ഷൻ ആണ്. അദ്ദേഹം റിയൽ ആയിട്ട് പറയുവാ രക്ഷിക്കണേ എന്ന്. അയ്യോ, രക്ഷിക്കണേ, രക്ഷിക്കണേ. കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. നീന്താൻ അറിഞ്ഞു തുടങ്ങിയത് നേരത്തെ പറയാൻ മേലായിരുന്നോ? ഇപ്പൊ മുങ്ങി ചത്താനെ. ഇവിടെ വരൂ. നിന്റെ തലച്ചോറെന്ന തേങ്ങയിൽ ബുദ്ധി എന്ന വെള്ളം കുറവാണോ? എടോ, സീൻ പറയാൻ സമയത്ത് ഞാനിത് പറയാൻ തുടങ്ങുകയായിരുന്നു, പക്ഷേ സമ്മതിച്ചില്ലല്ലോ. എനിക്ക് നീന്താൻ അറിയത്തില്ല. അയ്യോ, അപ്പൊ പിന്നെ എന്തിനാ വെള്ളത്തിലോട്ട് ചാടിയത്? നിങ്ങൾ എന്നെ ഒരുപാട് സ്വപ്നം കാണിച്ചു, അതുകൊണ്ട് ഞാൻ എക്സൈറ്റ്മെന്റിന്റെ എക്സാമിൽ ഫെയിലായി പോയി. ഞാനത് പറയാനും വിട്ടുപോയി. അതെ, ഇനി വെള്ളത്തിലുള്ള ഒരു സീനും വെക്കണ്ട. എന്താ ശരി, ഇനി വെള്ളത്തിലുള്ള ഒരു സീനും അങ്ങോട്ടില്ല. കഴിക്ക് സോദാർ, ഇവിടെ ആരും തന്നെ കാണാൻ പോകുന്നില്ല. വേണ്ട സോർദാർ, നീ കഴിക്കരുത്. നീ തീറ്റഭ്രാന്തൻ അല്ലാന്ന് തെളിയിക്കേണ്ടതാണ്. വേണ്ട, നീ കഴിച്ചോ, പിന്നെ തെളിയിക്കാന്നേ. വേണ്ട സോർദാർ, കഴിക്കരുത്. എന്റെ സോർദാറെ, ഞാൻ കുറെ നാളായിട്ട് ആഗ്രഹിക്കുമായിരുന്നു ഒരു പിസ കഴിക്കണമെന്ന്. പിസ, അത് നല്ല ചീസൊക്കെ ഇട്ടതല്ലേ? സോ യമ്മി. വരന്റെയും വധുവിന്റെയും കയ്യിൽ 2 പൂച്ചുണ്ട്. നിങ്ങൾക്ക് വേണ്ടി 2 പാനിപ്പൂരി കൊണ്ടുവന്നിട്ടുണ്ട്. അടികൈ. കണ്ണുകൾ അടച്ചതുകൊണ്ട് കഷ്ടകാലം നമ്മളെ വിട്ടു പോകില്ല. കഷ്ടകാലം നമ്മുടെ തലയിൽ കയറിയിരുന്ന് തബല വായിച്ചു കൊണ്ടിരിക്കും. സംശയം. എടാ, ഇരിക്കുന്ന കാരണം എനിക്ക് ശ്വാസം മുട്ടുന്നു. ഈ ബക്കറ്റ് വേഗം ഒന്ന് എടുക്ക. എടാ, തലേന്ന് ബക്കറ്റ് എടുത്താ മതി. നീ ബോഡി എന്റെ തലയെടുത്ത് തലയിലുള്ള
മുഴ കണ്ടില്ലേ? ഇപ്പൊ സോർദാറിനെ കണ്ടു കഴിഞ്ഞാ 2 കൊമ്പുകളുള്ള മുട്ടനാടാണെന്നേ തോന്നുന്നു. അയ്യോ. സോർദാർ, നീ മുമ്പിൽ നിന്ന് മാറ്. ഇത് കൊള്ളാലോ, എന്റെ തലയാണ് മുറിഞ്ഞത്. എന്നെയാണ് കളിയാക്കി ചിരിക്കുന്നത്. എന്നിട്ട് ഞാനിപ്പോ മാറണമെന്നോ? ഹണി നീ ഇപ്പൊ പുറത്തേക്ക് പോകും. എടാ, ഈ ബണിക്ക് എന്താണ് സംഭവിച്ചത്? അടി കിട്ടിയതിനു ശേഷം കരച്ചിൽ വന്നാൽ വല്ലാതെ അങ്ങ് കരഞ്ഞോട്ടേയിരിക്കും. ബക്കറ്റ് വെള്ളം കോരി ഒഴിച്ചതിന് എന്താ ഇത്രയ്ക്ക് ദേഷ്യം? കാര്യം പിടികിട്ടി. എനിക്ക് തോന്നുന്നത് ഇവനെ കൊണ്ട് ഇമോഷൻസ് കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ലെന്നാണ്. ഒരു അടി കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഒരു ബുക്കിൽ വായിച്ചായിരുന്നു. എന്ന് വെച്ചാ എന്തെങ്കിലും ഒരു ഫീലിംഗ്സ് ഉണ്ടായാൽ അത് അതിന്റെ എക്സ്ട്രീം ലെവൽ വരെ പോകുമെന്ന്. ഇതൊരു സൈക്കോളജിക്കൽ പ്രോബ്ലമാണ്. മറ്റാർക്കും ചെയ്യാൻ കഴിയാത്തത് പോപ്പട്ട് ദി ഗ്രേറ്റിന് ചെയ്യാൻ കഴിയും. ഇതുപോലെയുള്ള സിറ്റുവേഷൻസിനെ പോപ്പട്ട് ദി ഗ്രേറ്റിന് പുഷ്പം പോലെ കൈകാര്യം ചെയ്യാൻ കഴിയും. സംശയമുണ്ടോ? തീർന്നോ? പോയാലോ?